ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആദ്യം തന്നെ നാരങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം ഒന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് പിന്നെ വേറെ കട്ട് ചെയ്തെടുത്ത ഒന്ന് വേറെ 2 പീസാക്കി മുറിച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഇത് ചെയ്യാൻ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഫുള്ളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശേഷം ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ അതിക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അത് 3 ഇട്ട് കൊടുക്കുക. പക്ഷെ അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുക്കണത്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അച്ചാറും പൊടി ആട്ടോ ഇട്ട് കൊടുക്കണത്. എന്നിട്ട് അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് 3 മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സുറുക്കയാണ് ഒഴിക്കണത്. ഞാനൊരു കുപ്പിയോളം സുറുക്ക ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വിനീഗർ ഒഴിക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളാണ്. എന്നിട്ട് വിനീഗറൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ആ വിനീഗർ ഒഴിച്ച അതിക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അതിക്ക് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച ഉലുവയും കടുകും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ ഗൈസ് ഫൈനലി നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും